ഓർഡർ. ശ്രീ പി സി വിഷ്ണുനാഥ്, അങ്ങേക്ക് നടപടികൾ ഇപ്പോൾ നിർത്തിവെക്കുന്ന ഉപക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ്. സർ, നടപടികൾ ഇപ്പോൾ നിർത്തിവെക്കുന്നു എന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ശ്രീ പി സി വിഷ്ണുനാഥ്, അങ്ങേക്ക് സംസാരിക്കാവുന്നതാണ്. സമയകൃത്യത പാലിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ്. സർ, 2 പിഞ്ചു മക്കളുടെ അച്ഛനാണ്. ഒന്ന് തുറക്കൂ, ദയവായി രക്ഷിക്കൂ. കൂട്ടുകാരാ, ഞാൻ എലിവിലിൽപ്പെട്ട അവസ്ഥയിലാണ്. എനിക്ക് മരണം സംഭവിച്ചാൽ നീ എൻ്റെ ഈ ശബ്ദം പുറത്തുവിടണം. 3, അമ്മേ, എൻ്റെ ഒരു കൈ എവിടെ പോയി? ഇവിടെ വരുമ്പോൾ എനിക്ക് 2 കൈ ഉണ്ടായിരുന്നല്ലോ. അമ്മേ, എൻ്റെ കൈ എവിടെ പോയി? മറുപടി പറയാൻ കഴിയാതെ ഒരമ്മ ഹൃദയം പൊട്ടി കരയുന്നുണ്ടായിരുന്നു. സാർ, ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇരകളായ 3 പേർ പറഞ്ഞ വാക്കുകളാണ്. മരണത്തോട് മല്ലിടിക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്ത് വിളപ്പിൽ വില്ലേജിൽ കാവൻപുറം വാർഡിലെ ഇസ്യാൻ മൻസിലിലെ ബിസ്മീർ ഈ വാക്കുകൾ പറഞ്ഞത്. സാറ്, ഇദ്ദേഹത്തിന് വെളുപ്പിലെ 1 മണിക്ക് ശ്വാസ തടസ്സമുണ്ടായപ്പോൾ ഏറ്റവും എളുപ്പം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ സ്കൂട്ടറിൽ വിളപ്പിൽശാല ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിച്ചതാണ്. ഒരാളെ കാത്തിരുന്ന് സമയം വൈകണ്ടല്ലോ എന്ന് കരുതി പെട്ടെന്ന് എത്തിച്ചതാണ്. അവിടെ ചെല്ലുമ്പോൾ ആശുപത്രി ഗ്രില്ലിട്ട് പൂട്ടിയിരിക്കുകയാണ്. 3 പൂട്ടാണ് ആശുപത്രിക്ക്. നമ്മളതിൻ്റെ CCTV ദൃശ്യങ്ങൾ കണ്ടതാണ്. സ്കൂട്ടറിൽ ഇറങ്ങി നടന്നു പോകുന്നയാൾ പെട്ടെന്ന് പുറകോട്ട് കുഴഞ്ഞു വീഴാൻ പോവുകയാണ്. അയാൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു പോകുന്നതാണ്, എനിക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ്, എന്നെ രക്ഷിക്കണേ, എന്ന് തുറക്കണേ. ഭാര്യ പരിഭ്രാന്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. സാറ്, ഈ ആശുപത്രി എന്തിനാണ് സാർ പൂട്ടിയിടുന്നത്? അവിടുത്തെ ഡോക്ടർ അതിന് മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടി, വനിതാ ജീവനക്കാരുണ്ട്, പട്ടി വരും, അതുകൊണ്ട് ആശുപത്രി പൂട്ടിയിട്ടു എന്നാണ്. അതിനൊരു സെക്യൂരിറ്റി വെച്ചാൽ പോരെ സാർ? ഒരു സെക്യൂരിറ്റിയെ വെച്ചാൽ പരിഹരിച്ചുകൂടെ ഇത്? പട്ടി വരുമെന്നുള്ളത് കൊണ്ട് ആശുപത്രി പൂട്ടിയിടുകയാണോ ചെയ്യേണ്ടത്? പിന്നീട് ചില ആളുകൾ വന്നു, അവരെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ നൽകിയ പ്രാഥമിക ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ അടങ്ങുന്ന പരാതി DMOയ്ക്ക് അവർ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാസ്മിൻ. ഞാനത് സമയക്കുറവുകൊണ്ട് വായിക്കുന്നില്ല. 7-8 മിനിറ്റിന് ശേഷം ആംബുലൻസിൽ കയറ്റി ഇയാളെ. അപ്പോഴേക്കും ഈ പരാതിയിൽ പറഞ്ഞൊരു ഭാഗം ഞാൻ വായിക്കാം സാർ. ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ ചുണ്ട് കറുക്കുകയും മൂക്കിൽ നിന്ന് പതവരികയും ചെയ്തു. അല്പസമയം കൊണ്ട് അദ്ദേഹം ബോധരഹിതനാവുകയും ചെയ്തു. സാർ, അദ്ദേഹത്തിന് CPR നൽകണമെന്ന് ആവശ്യപ്പെട്ടു, നൽകിയില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. അവിടെ എത്തിയപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആദ്യം ഭാര്യയോട് ചോദിച്ചത് CPR നൽകിയിരുന്നോ എന്നാണ്. സാർ, ഇത് സംബന്ധിച്ച് ഗവൺമെന്റ് എന്തോ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയതിന് ശേഷം കിട്ടിയ ഇടവേളയിൽ അവരുമായി സംസാരിച്ചു. ഈ നിമിഷം വരെ ആരോഗ്യ വകുപ്പിന്റെ ഒരു അന്വേഷണ സംവിധാനവും ആ സ്ത്രീയോട് ഒരു വാക്കുപോലും ചോദിച്ചിട്ടില്ല. സാർ, ഇന്ന് മന്ത്രി മറുപടി പറയാൻ പോവുകയാണ്. ഇവരല്ലേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ? അവരുടെ ഒരു മൊഴിയില്ലാതെ, വിശദീകരണമില്ലാതെ എന്ത് റിപ്പോർട്ടാണ് സാർ ഈ സർക്കാർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? സാറ്, ഈ പാലക്കാട്ട് കുട്ടിയുടെ കാര്യം, കളിക്കുന്നതിനിടയിൽ പരിക്ക് പറ്റിയതാണ്, ആശുപത്രിയിൽ എത്തിച്ചു. അവിടുത്തെ ആശുപത്രിയിൽ മുറിവുണ്ടായി, മുറിവിന്റെ പുറത്ത് വെച്ച് പ്ലാസ്റ്റർ ചെയ്തു. അത് പഴുത്ത് വേദന വന്നപ്പോൾ 2ാമത് ആശുപത്രി കൊണ്ടു ചെന്നു. ഒരു പരിശോധന നടത്തിയില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീണ്ടും വിട്ടു. അവസാനം സാർ അത് പഴുത്ത് അളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയായി സാർ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് സാർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് കൈ മുറിച്ച് കളഞ്ഞു സാർ. ആ കുഞ്ഞാ ചോദിക്കുന്നത്, അമ്മ ഇങ്ങോട്ട് വന്നപ്പോൾ കൈ ഉണ്ടായിരുന്നില്ല, എൻ്റെ കൈ എവിടെ പോയി? ആ കുഞ്ഞിന് എന്തും മറുപടിയാണ് സാർ. നമ്മുടെ സിസ്റ്റത്തിന്റെ ഇരയല്ലേ സാർ? സിസ്റ്റത്തിന്റെ ഇരയല്ലേ? നിരപരാധിയായ കുഞ്ഞ് നഷ്ടപ്പെട്ടില്ലേ? കൈ നഷ്ടപ്പെട്ടില്ലേ സാർ? ഇവിടെ ഇത് മാത്രമാണോ? 1, 2, 3 എന്ന് പറഞ്ഞിട്ട് എത്ര കേസുകളാണ് സാർ? ഇപ്പൊ കിളിമാനൂർ കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായി. ആ അപകടത്തിൽ പരിക്ക് പറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയ ആൾക്ക് ചികിത്സാ പിഴവുണ്ടായി, മരണപ്പെട്ടു എന്ന ആക്ഷേപം കുടുംബം ഉന്നയിച്ചിരിക്കുകയാണ് സാർ. സാർ, പമ്പ സർക്കാർ ആശുപത്രിയിൽ മുറിവിൽ കത്രിക വെച്ച് കെട്ടി സാർ.
SAT-യിലെ അണുബാധ ബാധിച്ച് പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു സാർ. മാനന്തവാടി ആശുപത്രിയിൽ പ്രസവശേഷം 75 ദിവസം കഴിഞ്ഞ് വയറിൽ നിന്ന് തുണി കിട്ടി സാർ. അവര് പെൺകുട്ടി ചെന്നപ്പോൾ അവരുടെ അമ്മയോട് നിങ്ങളെ മോള് മാത്രമേ പ്രസവിക്കത്തുള്ളൂ എന്നാണ് ചോദിച്ചത്. അവസാനം ശുചിമുറിയിൽ നിന്ന് ഈ തുണി പുറത്തു വരികയാണ്. അത്രയും ദിവസം ഈ തുണിയുമായിട്ട് ഈ മരണവേദന ആ സ്ത്രീ അനുഭവിച്ചു സാർ. ജനറൽ ആശുപത്രിയിൽ സുമയ്യ എന്ന സ്ത്രീയുടെ ശരീരത്തിൽ ഗേഡുവയർ കുടുങ്ങി സാർ. സാർ ഇവിടെ മനോരമയുടെ എഡിറ്റോറിയലുണ്ട്. സിസ്റ്റത്തിന്റെ ഇരകൾ ഹർഷീന, സുമയ്യ, ദേവി. സാർ ഈ ഹർഷീന ഇന്നു മുതൽ തിരുവനന്തപുരത്ത് സമരം ആരംഭിച്ചിരിക്കുകയാണ് സാർ. 4.5 കൊല്ലം ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് ഒരു കത്രികയും കൂടെ വെച്ച് തുന്നിയാണ് വിട്ടത്. 4.5 കൊല്ലം ആ കത്രികയുമായി ആ സഹോദരി ജീവിച്ചു ഹർഷീന. ഗവൺമെന്റ് ഒരുപാട് വാഗ്ദാനങ്ങൾ മന്ത്രി നേരിട്ട് പോയി കൊടുത്തു. ഒരു വാഗ്ദാനവും പാലിക്കപ്പെടാത്തത് കാരണം അവർ ഇന്നു മുതൽ സമരത്തിലാണ് സാർ. ഈ തിരുവനന്തപുരത്ത് അവർ സമരം തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ അങ്ങേക്കറിയാമല്ലോ, നമ്മുടെ സ്റ്റാഫാണ്, അസംബ്ലി സ്റ്റാഫാണ്. MLA ഹൗസിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രൻ നായരെന്നോ മറ്റോ ആണ്. CPIയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. സുബാലിനൊക്കെ അറിയാവുന്ന ആളാണ്. 42 മണിക്കൂറാണ് സാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലിഫ്റ്റിൽ കിടന്നത്. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. 42 മണിക്കൂർ ഒരാൾ ലിഫ്റ്റിൽ ബോധം കെട്ട് കിടന്നിട്ട് ആ ലിഫ്റ്റ് 42 ദിവസം പ്രവർത്തിക്കാതായിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല. സിസ്റ്റാണ് സാർ, സിസ്റ്റത്തിന് തകരാണ് സാർ. അദ്ദേഹനോട് പറഞ്ഞു ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കത്തെഴുതി. കാരണം അദ്ദേഹം ഉറപ്പിച്ചാൽ മരിച്ചു പോകുന്നു. അപ്പോൾ ഡെഡ് ബോഡി കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹങ്ങൾ എഴുതിക്കൊണ്ട് അദ്ദേഹം ഭാര്യയ്ക്ക് ഒരു കത്തെഴുതി വെച്ചു സാർ. രാജേന്ദ്രൻ നായർ, CPI നേതാവ്, നമ്മുടെ സ്റ്റാഫ് സാർ. ഇങ്ങനെ എത്ര 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 കേസുകൾ, ഓരോ കേസുകൾ ഉണ്ടാകുന്ന സമയത്തും റിപ്പോർട്ട് തേടും. റിപ്പോർട്ട് തേടൽ ഉണ്ടാകാതെ ഒരു നടപടിയും ഉണ്ടാകാത്തത് മൂലം ഇതിങ്ങനെ ആവർത്തിക്കുകയാണ് സാർ. സാർ ഇവിടെ മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥയെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ഹസൻ അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തി. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇല്ലാത്തത് കാരണം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരുന്നു. എനിക്കിത് ലോകത്തോട് പറയണം. എൻ്റെ ജോലി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല സാർ. അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു. M സ്വരാജ് നിലമ്പൂര് തോറ്റപ്പോൾ തോറ്റ സ്വരാജിന് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച് പോസ്റ്റ് ഇട്ടയാളാണ് ശ്രീ ഹാരിസ് ഹസൻ. അദ്ദേഹത്തെ നിങ്ങൾ വേട്ടയാടിയില്ലേ? ആ മനുഷ്യനെ മോഷ്ടാവാക്കാൻ ശ്രമിച്ചില്ലേ? മന്ത്രിമാരടക്കം അദ്ദേഹത്തിനെതിരെ സൈബർ കൊട്ടേഷൻ കൊടുത്തില്ലേ? ആ മനുഷ്യൻ പറഞ്ഞത് സത്യമാണെന്ന് വന്നില്ലേ? ആരോഗ്യ വകുപ്പിന്റെ PR ഇടിഞ്ഞു വീണല്ലേ കോട്ടയത്ത് ബിന്ദു എന്ന് പറഞ്ഞ സഹോദരി മരണപ്പെട്ടത്? ഇന്നും മെഡിക്കൽ കോളേജിൽ അപകടം ഉണ്ടായിരിക്കുകയല്ലേ സാർ? ആ PR-ന്റെ അടിയിൽ പെടുന്ന ശ്വാസം കിട്ടാതല്ലേ ആ പാവം സ്ത്രീ മരണപ്പെട്ടത്? സാർ ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണെന്ന് വരുന്ന രൂപത്തിലല്ലേ സാർ പിന്നീട് ഓരോ സംഭവങ്ങൾ ഉണ്ടായത്? സാർ ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് 2 CR മഹേഷിനെയും നജീബ് കാന്തപുരത്തെയും സ്വർണ്ണക്കള്ള വിഷയത്തിൽ സമരം ഇരുത്തിയിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും ഞങ്ങളെല്ലാവരും പോയി. ഞങ്ങളുടെ സമരം നടക്കുമ്പോൾ അതിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു സമരം നടക്കുകയാണ് സാർ. തൊട്ടപ്പുറത്ത് സമരം നോക്കുമ്പോൾ ആരുടെ സമര? അത് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ. അവരുടെ ആവശ്യം എന്താ? സേവ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. ആവശ്യത്തിന് മെഡിക്കൽ അധ്യാപിക തസ്തികകൾ സൃഷ്ടിക്കാതെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് മൂലം കോളേജുകൾ ദുർബലമാകുന്നു, രോഗി പരിചരണത്തെയും വിദ്യാഭ്യാസത്തെയും ബാധിക്കുന്നു. KGMCTA കോൺഗ്രസിന്റെ പോഷക സംഘടനയൊന്നും അല്ലല്ലോ. ഇന്നലെ അവരുടെ സമരമാണ് സാർ. ഇന്നലെ അവരുടെ സമരമാണ്. ഇപ്പം മന്ത്രി കെട്ടിടങ്ങൾ, ഇപ്പം എൻ്റെ മണ്ഡലത്തിലും കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നു. 8 നിലയുള്ള ബഹുനില മന്ദിരം ഉദ്ഘാടനം ചെയ്തു സാർ. KGMOയുടെ, അതും ഞങ്ങളുടെ സംഘടനയൊന്നുമല്ല, അവരുടെ സ്റ്റേറ്റ്മെന്റാണ്. ബഹുനില കെട്ടിടങ്ങൾ മാത്രം പോരാ, ഡോക്ടർമാരെ നിയമിക്കണം. സാർ എൻ്റെ ആശുപത്രി ഉദ്ഘാടനം ചെയ്ത ആശുപത്രി 8 നിലയുണ്ട്. പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞു, ഞാനും മന്ത്രി എല്ലാം ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി വന്നു, 1 നില മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളൂ. ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്, 8 നിലയും പ്രവർത്തിക്കാൻ ആവശ്യമായ ഡോക്ടറിനെയും സ്റ്റാഫിനെയും വേണമെന്ന് അവിടെ വെച്ചും ബഹുമാനപ്പെട്ട മന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ്. കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരെ 4 പേരെ നിയമിച്ചു, ഒരാളെ വന്നിട്ടുള്ളൂ. കാഷ്വാലിറ്റി പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഒരു ഫ്ലോർ, സെക്കൻഡ് ഫ്ലോറിൽ OP ആണ് ആരംഭിച്ചിരിക്കുന്നത്. ബാക്കി ഫ്ലോറുകൾ പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ ഡോക്ടർമാർ വേണം, നഴ്സുമാർ വേണം, മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫ് വേണം. സാർ കേരളത്തിൻ്റെ ഇപ്പം എല്ലാ നിയോജക മണ്ഡലങ്ങളുടെയും MLA-മാരുടെ പൊതു അവസ്ഥയാണിത്. ഭരണകക്ഷിയിലുള്ള ആൾക്കാർക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അവർ പറയുന്നില്ല. ഞങ്ങളത് അവർക്കൂടെ വേണ്ടിയിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ സാർ. സാർ എൻ്റെ ജില്ലയായ കൊല്ലം ജില്ലയിലാണ് സാർ വേണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അയാൾക്ക് നെഞ്ചുവേദന വന്നു.
ചവറയിൽ ആശുപത്രി കൊണ്ടുപോയി. അവിടെ നിന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. കൊല്ലം ജില്ലാ ആശുപത്രി ചെന്ന് പരിശോധിച്ചിട്ട് അടിയന്തര ആൻജിയോഗ്രാം വേണം, അതിനൊരു സൗകര്യം അവിടെ ഇല്ല എന്നതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. സാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട്, കൊല്ലത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ട് പാരിപ്പള്ളിയിൽ. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്ന് എന്തിനാ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാതിരുന്നത്? കാരണം അവിടെ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് അറിയാവുന്നതുകൊണ്ടാണ്. സാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. ആംബുലൻസ് അവിടെ ഉണ്ടായിരുന്നില്ല. സ്വകാര്യ ആംബുലൻസിൽ എത്രയും വേഗം എത്തണമെന്നുള്ളത് കൊണ്ട് എത്രയും വേഗം എത്തിച്ചു. അടിയന്തര ആൻജിയോഗ്രാം വേണം, എന്നിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. സാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന ഈ വേണുവൻ 5 ദിവസം സാർ ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ സാർ, അദ്ദേഹത്തിന്റെ സ്നേഹിതനായ അൻവർ സാദത്തിന് അയച്ച വോയിസ് മെസ്സേജിൽ പറയുകയാണ്, സാർ ഞാൻ എലിവില്ലിൽപ്പെട്ട് കിടക്കുകയാണ് എൻ്റെ കൂട്ടുകാരാ, 5 ദിവസമായി. സാർ, അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ നടത്തേണ്ട ഒരാളെ തറയിൽ കിടത്തി 3 ദിവസം. 3ാമത്തെ ദിവസമാണ് ബെഡ് കിട്ടിയത്. ആൻജിയോഗ്രാം ചെയ്തില്ല, ഒരു സംവിധാനവും കൊടുത്തില്ല, ഒരു ചികിത്സയും കൊടുത്തില്ല. സാർ, ആ സമയത്താണ് ഞാനൊന്നും കൂട്ടി വായിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ വോയിസ് മെസ്സേജ് ഇന്ന് രാവിലെ ഒന്നുകൂടെ കേട്ടു. അത് ഞാൻ എഴുതിയെടുത്താണ്. അതിൽ പറയുന്നുണ്ട് സാർ എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ പോകുന്ന ആംബുലൻസിൽ ഇവിടെ വന്നിട്ട് എൻ്റെ പേരിൽ കാണിക്കുന്ന നിരാലംബതയും ഉദാസീനതയും എനിക്ക് മനസ്സിലാകുന്നില്ല. റൗണ്ട്സിന് വരുന്ന ഡോക്ടർമാരോട് ഞാൻ പലതവണ ചോദിച്ചു എൻ്റെ ചികിത്സ എപ്പോൾ നടക്കുമെന്ന്. അവർക്ക് യാതൊരു ഐഡിയയും ഇല്ല. ഒരു എക്കോ എടുക്കുന്നതിന് 5 ദിവസമായിട്ട് ഒരു പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. എന്താ അൻവർ സാദത്തെ എന്തു പറയാൻ? ഞാൻ ഈ അടുപ്പിൽ വന്ന് വീണുപോയി. ഒരു കാര്യം പറയാനാണ് ഞാൻ അൻവർ സാദത്തിനെ വിളിച്ചത്. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവൻ അപായം സംഭവിച്ചു പോയാൽ എൻ്റെ ഈ ജീവൻ വെച്ച് നിസ്സാരമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ വെളിവാകുന്ന രീതിയിൽ ഞാൻ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട്. അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും ഭീഷണിയോ ആപത്തോ സംഭവിച്ചാൽ നീ ഇത് പുറം ലോകത്തെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകൾക്കകം ഈ പാവപ്പെട്ടവൻ മരിച്ചുപോയി സാർ മരിച്ചുപോയി സാർ. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ, ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുകയാണല്ലോ. മന്ത്രി അന്ന് വകുപ്പ് പറഞ്ഞു ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല, അൻവർ സാദത്തിന് എല്ലാ ചികിത്സയും സംവിധാനവും ഈ വേണുവിന് എല്ലാ ചികിത്സയും സംവിധാനം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഡോക്ടർ അനുപമ, അസിസ്റ്റന്റ് സർജൻ, ഡോക്ടർ ജാക്വലിൻ ഗോമസ്, ഡോക്ടർ ബിനു, ഇവരുടെയൊക്കെ മൊഴികൾ എടുത്തിട്ട് ഇവിടെ ആരോഗ്യ വകുപ്പ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സാർ. ആ ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട് ഞാൻ വേഗം വായിക്കാം സാർ. ആ റിപ്പോർട്ടിൽ പറയുകയാണ്, അറ്റ് ദ മെഡിക്കൽ കോളേജ് എ പേഷ്യന്റ് ബ്രോട്ട് ബൈ ആംബുലൻസ് വിത്ത് സ്റ്റെമി എന്ന് പറഞ്ഞാൽ ST elevation myocardial infarction, അങ്ങനെ വന്നിട്ട് അഡ്മിറ്റഡ് ഇൻ ആൻ ഓവർ ക്രൗഡഡ് മെഡിക്കൽ വാർഡ് ഇൻസ്റ്റെഡ് ഓഫ് കാർഡിയോളജി ICU or ward there was delay in starting medical treatment in the ward. അതായത് നേരിട്ട് ICUവിൽ പ്രവേശിപ്പിക്കേണ്ട ഈ സ്റ്റെമി രക്തപരിശോധനയിൽ കണ്ടെത്തിയ ആളെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു വാർഡിലേക്ക് കൊണ്ട് തള്ളി അദ്ദേഹത്തിന് ICUവിൽ പ്രവേശിപ്പിച്ചില്ല എന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ടാണ് സാർ. അടുത്തത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിയാറ്റിൻ കൂടിയതുകൊണ്ടാണ് ആൻജിയോഗ്രാം ചെയ്യാത്തതെന്ന്. പക്ഷേ ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട് പറയുന്നത് എന്താ? there was no mention about renal issues preventing angiogram. ആൻജിയോഗ്രാം ചെയ്യുന്നതിന് റീനൽ ഇഷ്യൂസ് ഒന്നും പ്രിവെന്റ് ചെയ്യുന്നില്ല, പക്ഷേ ആൻജിയോഗ്രാം ചെയ്തില്ല. അതിനുശേഷം പറഞ്ഞെന്താണ്? ഇമ്മീഡിയറ്റ് ത്രോംബോലിസിസ് ഓർ PCI at district hospital Kollam could have saved his life. Unfortunately, adequate interventional cardiologist and other supporting staff are not available. Therefore, the cath lab to be functional round the clock. Sir, ഒന്നുകൂടി ഞാൻ പ്രാധാന്യം കൊണ്ട് വായിക്കുന്നു. Immediate thrombolysis or PCI at district hospital Kollam could have saved his life. സാർ രക്ഷിക്കാമായിരുന്നു. കാത്ത് ലാബുണ്ട്, ഡോക്ടറില്ല, സ്റ്റാഫില്ല. ഈ സ്റ്റെമി സംവിധാനത്തിൽ ആണ് എന്ന് കണ്ടെത്തിയിട്ട് പോലും ജില്ലാ ആശുപത്രിയിൽ അത് ചെയ്തിരുന്നെങ്കിൽ ജീവിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് സാർ കൊന്നത്? സിസ്റ്റം കൊന്നതല്ലേ വേണുവിനെ? ആരോഗ്യവകുപ്പ് കൊന്നതല്ലേ വേണുവിനെ? ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ചോദിക്കുന്നു, എത്ര തവണ അങ്ങ് കൊല്ലത്ത് വന്നു? എത്ര തവണ ദേശീയപാതയിൽ കൂടി സഞ്ചരിച്ചു? ആ വേണുവിന്റെ വീട്ടിലൊന്ന് പോയോ? ഒരു നയാ പൈസ ആരോഗ്യവകുപ്പ് കൊന്നിട്ട് സാമ്പത്തിക സഹായം കൊടുത്തോ? ഷിബു ബേബി ജോൺ ആ കുടുംബത്തിന് 6000 രൂപ വെച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട്
അവർക്കൊന്ന് കൊടുത്തോ? സാർ, പട്ടികവർഗ കമ്മീഷൻ ഒരു പരാതി കൊടുത്തു. അവർ അദാലത്തിന് പോയി. അങ്ങ് കേൾക്കണം, അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ വേണുവിൻ്റെ ഭാര്യ സിന്ധുവിനോട് ചോദിച്ചത്, നിങ്ങൾ എന്തിനാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ പോയത്? ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി രക്ഷിച്ചുകൂടായിരുന്നു എന്നാണ്. അദാലത്തിൽ അവരോട് ചോദിച്ചാൽ 1 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സാർ, അതുകൊണ്ട് സാർ ഇതിന്റെ ഉത്തരവാദി ആരാണ്? സിസ്റ്റം കൊന്നതല്ലേ വേണുവിനെ. അപ്പൊ ഇത് കഴിയുമ്പോ സ്ഥിതി വിവര കണക്കുകൾ ഉണ്ടാകും. സർക്കാരിന് കിട്ടിയ അവാർഡുകളെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകും. സാർ, ആ സ്ഥിതി വിവര കണക്കുകൾക്കും അവാർഡുകൾക്കും അപ്പുറം എന്റെ കൈ എവിടെ പോയി അമ്മേ എന്ന ആ കുഞ്ഞിന്റെ കരച്ചിലും നിസ്സഹായ ആ വേണുവിന്റെ മക്കളുടെ കരച്ചിലും ഇതിനെല്ലാം മേളിൽ ആ ശബ്ദം ഉയർന്നു നിൽക്കും. സാർ, നടപടി സർക്കാർ എടുക്കണമെന്ന് ഞങ്ങൾ ഇനി പറയുന്നില്ല. ഈ സർക്കാരിനെതിരെ നടപടിയെടുക്കാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. ആ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സാർ.